Hi friends, Assalamu alaikum. Bismi kitchen എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പായസത്തിന്റെ റെസിപ്പിയാണ് ചെയ്യുന്നത് ട്ടോ. വളരെ സിമ്പിൾ ആണ്. കുക്കറിലാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. ഏത് സമയത്തും കഴിക്കാൻ പറ്റും. നോൺ സദ്യന്റെ ഒപ്പമൊക്കെ നല്ല കോമ്പിനേഷൻ ആണ്, നല്ല ടേസ്റ്റും ആണ് ട്ടോ. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ 250 ml ന്റെ കപ്പിൽ 1 കപ്പ് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. ചെറുപയറല്ല, ചെറുപയർ പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാ കടകളിലും കിട്ടുന്നതാണ് ട്ടോ. എല്ലാ സൂപ്പർ മാർക്കറ്റിലും പലചരക്ക് കടയിലൊക്കെ കിട്ടുന്നതാണ്. ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം വെള്ളം വരാൻ വേണ്ടി ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇനി ഇതേപോലെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. കുക്കർ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1/4 കപ്പ് ചവ്വരിയാണ് എടുത്തിട്ടുള്ളത്. സാബുനരി, സാഗോ, റൈസ് എന്നൊക്കെ പറയില്ലേ, അതാണ് എടുത്തിട്ടുള്ളത്. അത് വണ്ണം കുറഞ്ഞതാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നെയ്യൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഡ്രൈ റോസ്റ്റ് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ചെയ്തെടുക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇതിങ്ങനെ ആയിന്നറിയുമ്പോൾ ഇതെല്ലായിടത്തും നിന്ന് ഇങ്ങനെ പൊട്ടി പൊട്ടി വരും. അതാണ് ഇതിൻ്റെ ആ ഒരു കറക്റ്റ് പരുവം. കൂടുതൽ സമയം ഹൈ ഫ്ലെയിമിലിട്ട് വറുക്കരുത്, അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറിപ്പോകും കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കണേ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ്. ഒരു വലിയ മുറി തേങ്ങയുടെ തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. എന്താ പറയുക, 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് 1/4 പാൽ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് 2/2 പാലും എടുത്തിട്ടുണ്ട്. അങ്ങനെ 3 കപ്പ് 2/2 പാലാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ ഇവിടെ ഈ ചവരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. 3 കപ്പ് 2/2 പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മളിവിടെ കഴുകി വാരി വെച്ചിട്ടുള്ള നമ്മുടെ ചെറുപയർ പരിപ്പില്ലേ, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു പായസം നമുക്ക് വേറൊരു രീതിയിൽ പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് അങ്ങനെയും ചെയ്തെടുക്കാം. അത് ചെയ്യുമ്പോൾ ഈ ചെറുപയർ പരിപ്പ് ഒന്ന് വറുത്തെടുത്തിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമുക്ക് ആ രീതിയിലും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് നമുക്ക് സാധാരണ കവറുപാലോ പശുമ്പാലോ ഒക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളാണ്. തേങ്ങാപ്പാലൊന്നും ആവശ്യമില്ല. തേങ്ങാപ്പാലിലും വയ്ക്കാം, പക്ഷെ അല്ലാതെയും വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഒരു 2 പിഞ്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് അടച്ചു വയ്ക്കാം. ഞാൻ ലോ ഫ്ലെയിമിൽ ഒരു വിസിലാണ് വരുത്തുന്നത് കേട്ടോ, ലോ ഫ്ലെയിമിൽ. ഇനിയിപ്പോൾ ഇതിലേക്ക് മധുരത്തിനാവശ്യമായ ശർക്കരയാണ് എടുക്കുന്നത്. ഇതിലേക്ക് 250 ml ന്റെ കപ്പിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ആ ശർക്കരയിൽ നിന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. 3 ഉണ്ട ശർക്കര കറക്റ്റ് പാകമായിരിക്കും മധുരം. അപ്പോൾ അതോടെ മെൽറ്റായി കഴിഞ്ഞിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെറുപയർ പരിപ്പ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള ചവ്വരിയും ഒക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ എടുത്തിട്ടുള്ള 3 ഉണ്ട ശർക്കര പാനിയാക്കിയത് കറക്റ്റ് പാകമാണ്. ഒരുപാട് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 4 ഉണ്ട ശർക്കരയൊക്കെ എടുക്കാവുന്നതുമാണ് കേട്ടോ. കുറച്ച് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു പായസമാണ്. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. കുക്കറിലാണെങ്കിൽ 10 മിനിറ്റ് സമയം പോലും വേണ്ട കേട്ടോ. പെട്ടെന്ന് നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതിൻ്റെ മധുരം ഒന്ന് നോക്കുന്ന സമയത്ത് കറക്റ്റ് പാകമാണ് കേട്ടോ. ഞാൻ ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്ലെയിം ഓഫാക്കി തന്നെയായിരുന്നു കേട്ടോ. ആദ്യം ശർക്കര പാനിയൊക്കെ ചേർത്തതിന് ശേഷമാണ് ഫ്ലെയിം ഓണാക്കിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ഏലക്കയും കൂടി പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അതുകൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ചെറുതായിട്ട് തിള വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 1/4 പാൽ ചേർത്ത് കൊടുക്കാം. ഇത് 250 ml ന്റെ കപ്പിൽ 1 കപ്പ് 1/4 പാലാണ് എടുത്തിട്ടുള്ളത്. കണ്ടോ, അത്യാവശ്യം നല്ല കുറുകിയ തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതുകൂടെ ചേർത്തിട്ട് ഇനി തിളക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ ഒരല്പം കുറച്ചാണ് വെച്ചിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാകും. അപ്പോൾ തന്നെ നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പായസമാണ്. അപ്പോൾ നമുക്കിനി ഇതിലേക്കൊരു വറവ് കൂടി തയ്യാറാക്കി എടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാക്കൊത്ത് മാത്രം ഇത് വറവ് ഇട്ടെടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് നെയ്യിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയുമാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ച് നമുക്കിത് വറുത്തിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൂടെ ആ നെയ്യടക്കം ഒന്ന് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു സെർവ് ചെയ്യുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ നമ്മുടെ അടിപൊളി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കണം. ലൈക്കും ചെയ്യണം. ബിസ്മി കിച്ചൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നതിൻ്റെ എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായി വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.